വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണേ. നല്ല നാടൻ ഗ്രാമക്കാഴ്ചയാണ് കേട്ടോ. അപ്പം അങ്ങനെ വലിയ വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ റൂട്ട് ഇഷ്ടം പോലെ പള്ളികളാണ് കേട്ടോ. അതിൽ ഏതൊക്കെ സഭയുടെ പള്ളികളാണെന്നൊന്നും നമുക്കറിയില്ല. ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെയൊക്കെ കൃഷിയിടങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏലമാണ് കേട്ടോ. പിന്നെ അത് തന്നെയല്ല, കാപ്പിയും കൊടിയും ഗ്രാമ്പും ഉള്ള എല്ലാ കാഴ്ചയാണ് കൃഷിയാണ് കൂടുതൽ കേട്ടോ. ഇതുണ്ടോ എല്ലാം കിട്ടിയിരിക്കുന്നത് മൊത്തം ചാണകമാണ് കേട്ടോ. കാരണം ചാണകക്കുടിക്കകത്തുനിന്ന് ഒരു വഴിക്കടെ ഇട്ട് ഉണങ്ങായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ഗ്രാമങ്ങളിലുള്ള ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ. ഇതിൽ ഇരട്ടയായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. ഉണ്ട് ഇവിടെയൊക്കെ ചാണകപ്പൊടിയൊക്കെ ധാരാളം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓടി നമ്മൾ ഈ ചെമ്പകപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു വീടിരിപ്പുണ്ട്. അത് തന്നെയല്ല, ഇതൊരു പാറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ചെമ്പകം പൂത്തത് കൊണ്ടാണ് ചെമ്പകപ്പാറ എന്ന് പേര് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്പകപ്പാറ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമുണ്ട്, പക്ഷെ നമ്മൾ അതിലല്ല പോകുന്നത്. ഇതൊരു ചെമ്പകപ്പാറയാണ്. നമുക്കിവിടെ നിന്ന് കുറേ കാഴ്ചകൾ നമുക്കൊന്ന് കാണാൻ പറ്റും, നോക്കാം. അപ്പം ചെമ്പകമൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ. പൂവെല്ലാം പൊഴിഞ്ഞ സമയമാണ്. ഭയങ്കര വലിയ പാറയാണ് കേട്ടോ. ഇത് പാറയൊന്ന് പൊട്ടിക്കാനൊക്കെ ആയിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ആൾക്കാർ. അടിപൊളി. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ചെമ്പകം എല്ലാം പൂത്ത് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ്ടല്ലോ നല്ല രീതിയിലായിരിക്കും പൂവ് കേട്ടോ. ഇവിടെയൊക്കെ 1-2 പെരയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പെര. ബാക്കിയെല്ലാം ചെറിയ ചെറിയ പെരകളാണ്. അപ്പോൾ ഇതിലുള്ള വരവെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇറക്കമാണ് കേട്ടോ. പക്ഷെ ഇത് മഴക്കാലത്ത് ഇതിലാണ് വരുന്നെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ടാറിങ് അല്ല, കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല വളഞ്ഞ പുളഞ്ഞുള്ള വഴികളാണ്. ഓയ് നല്ല ഇറക്കം ഉണ്ടോ. ഇങ്ങനെയുള്ള കയറ്റത്തൊക്കെ എന്താ ഈ ടാറ് ചെയ്യാത്തെന്ന് ചോദിച്ചാൽ എനിക്ക് വന്ന് അമ്മാവൻ വണ്ടി നിൽക്കത്തില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ കയറ്റത്തൊക്കെ അവർ ടാറ് ചെയ്യാത്തത്. ഇവിടെയൊക്കെ ധാരാളം ചെമ്പകം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം ചെമ്പകമാണ് കേട്ടോ. അല്ല വെള്ള പൂവുള്ള ചെമ്പകം. ആഹാ, ഇത് നല്ല കാഴ്ചകളാന്ന് നോക്കി. പക്ഷേ ഇഷ്ടം പോലെ കാപ്പിക്കുരും കുരുമുളകൊക്കെ ഉണങ്ങായിട്ടുണ്ട് ഈ പാറയൊക്കെ കേട്ടോ. ഇഷ്ടം പോലെ പട്ടികളാണ് കേട്ടോ ഇവിടെ കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ ഈ പട്ടി ഇങ്ങനെ ഓടിക്കുന്നതാണ്. മിക്ക സ്ഥലത്തും എന്നെ കാണുമ്പോൾ പട്ടി ഓടിക്കും. ഇവിടെ ദാസപ്പനെ കണ്ടിട്ടാണോ എന്നെ കണ്ടിട്ടാണോ അറിയില്ല. ഞങ്ങളൊക്കെ ഒരുപാട് ഈ മാർഗ സൈസ് വീടുകളാണ് കേട്ടോ. കൊച്ചു വീടുകൾ, വലിയ വീടുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്താ കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുവാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം കൊട്ടിത്തോട്ടങ്ങളാണ് കേട്ടോ. കൊട്ടിയാണ് മൊത്തം. അത് ഓരോ പ്രദേശത്തിൻ്റെ ആയിട്ടുള്ള കൃഷിയിടങ്ങളാണ് കേട്ടോ. കാരണം വെച്ചാൽ ചിലയിടത്ത് കാപ്പി, ചിലയിടത്ത് കൊടി, ചിലയിടത്ത് ഗ്രാമ്പു, ചിലയിടത്ത് ഏലം. ഇങ്ങനെ ഓരോരോ പ്രദേശത്ത് ഇങ്ങനെ ഓരോരോ കാഴ്ചകളാണ് കേട്ടോ. ആഹാ, ഇങ്ങനെ പകുതി പാറയും പകുതി കോൺക്രീറ്റ് ആണ് കേട്ടോ. ഇതിരിക്കുന്ന ഇവിടങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ കാപ്പിയാണ് കേട്ടോ. അങ്ങ് വിദൂര കാഴ്ചകളുണ്ട്. താട്ടൊക്കെ ഉണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. ഈ നിൽക്കുന്നതൊക്കെ ഗ്രാമ്പുമാണ് കേട്ടോ. ഇങ്ങോട്ട് സൈഡ് കുറേ ഗ്രാമ്പും ഉണ്ട് കേട്ടോ. ഗ്രാമ്പുവിൻ്റെ പറയൊക്കെ വിളവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വീതി കുറഞ്ഞ വഴി. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇതിലേക്ക് വണ്ടി ഓട്ടങ്ങൾ വളരെ കുറവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൊച്ചു വീട് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. പ്ലാവേലൊക്കെ ഉണ്ടോ, നിൽക്കുന്നുണ്ട്, ചക്ക നിൽക്കുന്നുണ്ട്. ഇനി എങ്ങോട്ടാണെന്നറിയില്ല. ആ വഴി കൂടെയാണ് വന്നത് കേട്ടോ. വന്നു കഴിഞ്ഞപ്പം ഈ റൂട്ട് വെള്ളയാങ്കട് റൂട്ടാണ്. ഇതിൽ നേരെയാണ് നമുക്ക് നാങ്കുതൊട്ടി ഇരട്ടയാറിനൊക്കെ പോകാൻ പറ്റും കേട്ടോ. ദാസപ്പന അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കൃഷിയിടങ്ങളൊക്കെ പറയാനുള്ളൂ മൊത്തം കൊടിയാണ് കേട്ടോ. കാരണം എന്താ, ഈ പച്ച നെറ്റിൻ്റെ അപ്പുറം കാണുന്ന മൊത്തം കൊടി, ഏലവും ഗ്രാമ്പും ആണ് കേട്ടോ. ഗ്രാമ്പു വെക്കുന്ന വലിയ മരം പോലത്തെ ഗ്രാമ്പുമാണ് കേട്ടോ. കൊടിയൊക്കെ നിൽക്കുന്നുണ്ടോ, സെറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട് കേട്ടോ. അത് നാങ്കുതൊട്ടി പള്ളിയുടെ കുരിശുന്തൊട്ടിയാണ്. അപ്പം ദാസപ്പന ഇരിപ്പുണ്ട്. നമുക്കിനി ഇതിൽ നേരെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ.
ഞങ്ങൾ വഴി നല്ല ഇറക്കം വാങ്ങിയുണ്ട് നമുക്ക് കുറച്ചൊക്കെ ന്യൂട്രടിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഓണില്ല, ബെല്ലുള്ള അടിയാണ് കേട്ടോ. ഈ വഴി അങ്ങനെ പോകുന്നത് ഇരട്ടയാർ നാങ്കത്തൊട്ടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഇറക്കമാണ്. അപ്പോൾ നമുക്ക് ബെല്ലൊക്കെ ഉണ്ട്. അതെന്നോട് പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചത് എന്തിനാണ് ഈ ബെല്ല് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ MBD ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്, പോലീസ് ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്, സുഹൃത്തുക്കളും എല്ലാവരും ആൾക്കാരെല്ലാം ഒറ്റ ചോദ്യം. കാരണം നമ്മൾ ടൗണിലൊക്കെ പോയി കഴിയുമ്പോൾ പ്രായമായ അമ്മച്ചിയും അച്ചായമാരൊക്കെ നമ്മളിങ്ങനെ വഴിക്ക് ക്രോസ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ നടക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ കാണും. കാരണം വെച്ചാൽ അവരവർക്കും ബൈക്കല്ലേ നമ്മൾ പോയിട്ട് പൊക്കോളും. അപ്പം അവർക്കിപ്പോൾ കാണണമെന്നില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും, ഈ ഓണടിക്കാതെ നമ്മൾ ഈ ബെല്ലങ്ങ് അടിക്കും. അവർക്കൊരു മനസ്സിന് ഓണൊക്കെ അടിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോവും. പല സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സ്കൂളിലെ കോമ്പൗണ്ടിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർ ഓണടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ബെല്ലടിക്കുന്നത്. ഇവിടങ്ങളൊക്കെ ഒരുപാട് കൊച്ചു വീടുകളാണ് കേട്ടോ. ഉണ്ടോ, കുട്ടികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബെല്ല് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ന്യൂട്രലിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബാറ്ററി ലാഭമുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഇതിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമില്ല കേട്ടോ. കൊച്ചു വീടുകളാണ് കേട്ടോ. ഇങ്ങോട്ട് അങ്ങനെ വലിയ വീടുകളൊന്നും ഇല്ല, എല്ലാം കൊച്ചു വീടുകളാണ്. കാരണം ഇത് ഒരു ഗ്രാമപ്രദേശമാണ്. കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഞാൻ ഇതിൽ വരുമ്പോണ്ടോ ചെറിയൊരു പച്ചപ്പും അത് തന്നെ വല്ല കേട്ടോ, നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അതായത് നല്ല ചാണകത്തിൻ്റെയൊക്കെ മണം. കാരണം വെച്ചാൽ ഇവിടെ ഉള്ളവരെല്ലാം കൂടുതൽ കൃഷിയിടങ്ങൾക്ക് കൊടിക്കൊക്കെ പച്ചച്ചാണകമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. നല്ല വളവുകൾ. ഇനി എങ്ങനെ എങ്ങോട്ട് ഒന്നും അറിയില്ല. ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിയുന്നുണ്ട്. അപ്പോൾ ആ വഴി ആയിരിക്കണം. നമ്മൾ നാങ്കത്തോട്ടിലോട്ട് അടുക്കാറ് കേട്ടോ. ഏകദേശം ഇനി നമുക്കിനി ഒരു 100-350 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നാങ്കത്തോട്ടി പള്ളിയായി കേട്ടോ. കാറ്റാടിക്കവല 1.580. ഇവിടെയാണ് ഇപ്പോൾ ഒരു വലിയ വീട് കാണുന്നത്. ഇപ്പോൾ പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ചെറിയ വീടുകൾ ഒത്തിരിയുണ്ട്. നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ ഒരു കൃഷിയോട് തന്നെ ചേർന്ന് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മുടെ ചെമ്പരത്തി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെമ്പരത്തിയൊക്കെ വേലി കുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പന്തലിച്ച് അതിനെ പരിപാലിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പം നാങ്കത്തൊട്ടിയിലിട്ട് കേട്ടോ. ഇതാണ് നാങ്കത്തൊട്ടി കേട്ടോ. അപ്പോൾ നാങ്കത്തൊട്ടി പള്ളിയുടെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് പുതിയ പള്ളിയാണ്, അടുത്തിടയ്ക്കാണ് പള്ളി പണിത് കേട്ടോ. നമ്മൾ ഇതിലെങ്ങാണ്ടൊരു വഴിയുണ്ട്. ഈ വഴി കൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നമുക്ക് നേരെ പോകാം. ബൈക്കാരമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ ഈ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നുണ്ടോ ജാതി, ഉണ്ട ജാതി, തേങ്ങ പോലത്തെ ജാതി. ഓ എന്നാ ആയപ്പോൾ സാധനം അത് കണ്ണുവച്ചല്ല കേട്ടോ. ആഹാ. ഇപ്പം നമ്മൾ ഇനി ചെല്ലുന്നത് നമ്മൾ ചെല്ലുന്നത് ഇരട്ടയാറിലോട്ടാണ് ചെല്ലുന്നത്. അയ്യോ, അപ്പോൾ ഇങ്ങോട്ട് ഒരുപാട് കൊക്കയാണ് കേട്ടോ കൂടുതൽ കേട്ടോ. കൊക്കോയും ജാതിയും. പക്ഷെ നല്ല വളകളാണ് കേട്ടോ. നോക്കിയേ, ചെറിയ വീടുകൾ. ഇവിടെ വന്നപ്പോൾ വലിയൊരു വീട് കണ്ടു. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതുപോലുള്ള ഗ്രാമപ്രദേശം വന്നപ്പോൾ ഇതുപോലെ ഓസുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഓസ് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അത് ഒരുപാടുണ്ട് ഈ വഴിക്കിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ആരും എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതി അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കുറേ കാലങ്ങളായി ഇതിങ്ങനെ പണി തുടങ്ങിയിട്ട്. ജപ്പാൻ ഇവിടെയുള്ളവരൊക്കെ ഓർത്തേക്കും ജപ്പാനിൽ നിന്നായിരിക്കും കുടിവെള്ളം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത്ര താമസം. ഇത് നല്ല വഴി. അപ്പം ഈ റോഡേ ഒരു ഇയ്യടാ ഇങ്ങോട്ടൊന്നും വീടില്ലല്ലോ.
അപ്പോൾ ഈ റോഡ് വരുന്നത്, ഞാൻ റോഡിനെ പറ്റി പറയാം. ഈ റോഡ് പ്രധാനമന്ത്രി ഗ്രാമവികസന വകുപ്പ് പെട്ടതാണ് ഈ റോഡ് കേട്ടോ. ആഹാ, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം റബ്ബറാണ് കേട്ടോ. അപ്പം ഈ റബ്ബറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏലോ നിൽപ്പുണ്ട് കേട്ടോ. അടിപൊളി, നല്ലൊരു സൈഡ്. നമ്മൾ ഈ ടൗണിലേക്കൂടെയൊക്കെ പോകാതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ കൂടുതൽ യാത്രയാണ്. കാരണം നല്ല കുളിർമയാണ് കേട്ടോ. കാരണം ടൗണിലേക്കൂടെയൊക്കെ പോയി ട്രാഫിക്കിൻ്റെ ഇടയ്ക്കും ഇതുപോലെ ഈ ചൂട് അടിച്ച് ഒക്കെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഗ്രാമപ്രദേശമൊക്കെ ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് പോലെ നമുക്കിങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വലിയ വലിയ ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വിഷയം. പക്ഷേ ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. പ്ലാവിലൊക്കെ ഇവിടെ കൂടെ നമ്മൾ ഒരു റോഡിലോട്ട് വന്ന് ചാടി കേട്ടോ. അടിപൊളി പ്രദേശമാണ് കേട്ടോ. അടിപൊളി. ഇവിടെ ചെറിയൊരു മാടക്കടയുണ്ട്. ഇതൊക്കെയാണ് മാടക്കട. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ നേരെ നമ്മൾ പോകുന്നത് നമ്മളിനി നാലുമുക്കിലോട്ടാണ് പോകുന്നത് കേട്ടോ. നാലുമുക്കിൽ അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചയും കാണാം, പള്ളിയുടെ കാഴ്ച നമുക്കൊന്ന് കാണണം കേട്ടോ. ഇതിപ്പം പള്ളിയുടെ അകത്തുനിന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പഴയ പള്ളിയായിരുന്നു. ഇപ്പോൾ അത് പുതിയ പള്ളി പണിതിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ അവിടെ പോയിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ അമ്പലത്തിലൂടെ നമുക്കൊന്ന് കയറാൻ കേട്ടോ. അപ്പോൾ താഴെയെല്ലാം ഇടുക്കി ഡാമിൻ്റെ എർത്തയാർ ഡാമിൻ്റെ വെള്ളം കയറിയതാണ് കേട്ടോ. ഒരു പുഴയൊക്കെയാണ്. അപ്പോൾ അത് തന്നെയല്ല, ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റ് സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല നേരെയുള്ള വഴി. നാടെല്ലാം നല്ല പുല്ല് കൃഷിയോ ചെയ്യുന്നത് കേട്ടോ, പശുക്കൾക്ക്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കർഷകരാണ് കൂടുതൽ കേട്ടോ. ഇവിടെ വന്ന വഴിക്ക് മുഴുവൻ കണ്ടില്ലേ, വഴിക്കെല്ലാം ചാണകം ഇട്ടിരിക്കുകയാണ് കേട്ടോ. ചാണകപ്പൊടിക്ക് വേണ്ടിയിട്ട്, അത് ഉണക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കർഷകർ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നാലുമുക്ക് അടുക്കാറായി കേട്ടോ. അപ്പം പള്ളി ഇപ്പോൾ അടുത്തു, അമ്പലവും അടുത്തു. നമുക്ക് ആദ്യം പള്ളിയിൽ പോകണോ അമ്പലത്തിൽ പോകണോ എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെയാണ് നമ്മൾ രണ്ടിടത്തും നമ്മളൊന്ന് കാണിക്കും. താഴെ എല്ലാം കണ്ടോ, കന്നാലീനൊക്കെ കുളിപ്പിക്കുകയാണ് കേട്ടോ. നല്ല പുല്ലുകളും കാര്യങ്ങളും നല്ല ഇരിയൊക്കെ നിൽപ്പുണ്ട്, ഇരിത്തൂകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം അപ്പുറം ഇരിത്തൂവിന് അപ്പുറം എല്ലാം നിൽക്കുക ഇവിടെ കുരുമുളക് ചെടിയാണ് കേട്ടോ. കുരുമുളക് പൊടി. ഇതാണ് കേട്ടോ നാലുമുക്ക് പള്ളി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നാലുമുക്ക് പള്ളി. ഈ അടുത്തിടയ്ക്കാണ് ഈ പള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞാട്ടോ, ഇവിടുത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞാട്ടോ. എന്നാലും രണ്ട് സൈഡിലൂടെ കയറി പോകാം കേട്ടോ വഴി. അതിലേയും കയറി പോകാം. ഇത് നല്ല ഒരു പള്ളിയാണ് കേട്ടോ. ആ പള്ളിയുടെ പുറകിലോട്ടൊക്കെ വഴിയുണ്ട്, പള്ളിയുടെ പുറകിലൂടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ നാലുമുക്ക് സിറ്റിക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അത് അവിടെയാണ് ആ വഴി അങ്ങോട്ട് പോകണം നാലുമുക്ക് സിറ്റിയൊക്കെ. അപ്പോൾ സിറ്റിയിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ നമ്മൾ കേട്ടോ. ഇത് നമ്മൾ പള്ളിയുടെ അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല കേട്ടോ. അതായത് സൺഡേ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്, പിള്ളേരൊക്കെ ഒരുപാട് ധാരാളം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോളി ഫാമിലി ചർച്ച് നാലുമുക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോളി ഫാമിലി ചർച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്കിനി അനന്തംപാറയിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് നോക്കാം, അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ബോർഡിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് കയറി പോകാം കേട്ടോ. അപ്പം ദാസപ്പനെ ഇവിടെ വെച്ചിട്ട് പോകാനാണ് കൂടുതൽ പ്ലാന്. ദാസപ്പൻ്റെ ടയറൊക്കെ ചില മുട്ടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വഴിയൊന്നും പോകുന്നില്ല, കഴിയുന്നും ഓഫ് റോഡ് ഒന്നും പോകുന്നില്ല. ദാസപ്പ മുട കാണിക്കില്ല കേട്ടോ, പോയിട്ട് വരാം കേട്ടോ. ആ അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, ആ ബോർഡ് നമുക്ക് നോക്കാം. AKCHMS അനന്തംപാറ ശ്രീ മഹാദേവ ക്ഷേത്രം നാലുമുക്ക് 500 മീറ്റർ ഉണ്ട് ദൂരം കേട്ടോ. എന്നാൽ നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം. ആരും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലെ വേണം നമുക്ക് പോകാനായിട്ട്. ഒത്തിരിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നമുക്ക് എന്നാണ് ഇതൊരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് കേട്ടോ. എന്നാലും നല്ലൊരു ശതമാനം വെയിൽ കൊള്ളേണ്ടി വരും. നമുക്ക് വിഷയമില്ല, നമ്മുടെ സൗന്ദര്യം നമ്മുടെ വെയിലിനെ ഇങ്ങ് താങ്ങി നിർത്തിക്കോളും. വെയിലൊന്നും നമുക്ക് വിഷയമുള്ള കേസല്ല. അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഈ പള്ളിയുടെ അകത്ത് അവിടെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ ഒരുപാട് സൺഡേ ക്ലാസ് നടക്കുവാണ്. നമ്മൾ ഒച്ച വെക്കുന്നില്ല, ഒച്ച വെക്കാനാണ് പോകുന്നത്. അവർക്കൊരു നമ്മളെങ്ങോട്ടൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നേരെ ഇത് തന്നെയാണ് വഴി. ഇത് തന്നെയാണ് വഴി. ഒന്നും ആയിട്ടില്ല കേട്ടോ, കയറാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ.
നെറ്റൊക്കെ മൂടി കെട്ടിക്കുന്നുണ്ടോ? കാരണം വെച്ചാൽ ചൂടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഏറത്തിനൊക്കെ നെറ്റ് വലിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഈ നെറ്റൊക്കെ വലിച്ചിട്ട് കുറേ കാലമായതെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഈ ഇതിലൊക്കെ പായൽ പിടിച്ചിരിക്കുന്നത്. അതിലൊരു വഴിയുണ്ട്, ഇതിലൊരു വഴിയുണ്ട് കേട്ടോ. രണ്ടായിട്ടാണ് വഴി അനന്തംപാറയോട്ട് പോകുന്ന വഴി തിരിയുന്നത് കേട്ടോ. അതിലേം പോകാം, ഇതിലേം പോകാം. ഇതാകുമ്പോൾ ഇച്ചിരി സൗകര്യം കൂടുതലുണ്ട്. അതാകുമ്പം ചെറിയ വഴിയാണ്. ഇതിലെല്ലാം വഴിയാണ് കേട്ടോ. അതിലാണ് വന്നത്. ഇങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ടൊരു വഴി. ഇതിലേ കയറി പോവാം. നല്ല കയറ്റമാണ് കേട്ടോ, സൂപ്പർ കയറ്റം. അത് മൊത്തം കോൺക്രീറ്റ് ആണ് കേട്ടോ, ടാറിങ് അല്ല, കോൺക്രീറ്റ്. ഇപ്പോൾ മനസ്സിലായി. ഇനിയിപ്പം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തെങ്കിലോട്ട്. അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ പ്രദേശത്ത്. നല്ല ചൂട് കാറ്റടിക്കുന്നു കേട്ടോ. അടിപൊളി. ഇത് വേറെ ആരുടെ വീടല്ല, അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാം ആരുടെ വീടാണെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളാം. വീട് നിൽക്കുന്ന കേട്ടോ നമ്മുടെ അളിയനും പെങ്ങളുമാണ്. ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 300 മീറ്ററും കൂടെ ഉയരത്തിലാണ് ഈ പറഞ്ഞ അനന്തംപാറ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് വിടുക പറഞ്ഞിട്ട് പാടുള്ള കേസാണ്. പക്ഷേ വെയിലാണ്, നല്ല ആരോഗ്യം വെയിൽ. എന്നാലും വേണ്ടിയിട്ട് താഴെ നടന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു വശകശമായിട്ടാണ് കയറി വന്നത്. ഇവിടെ നിന്ന് വെള്ളവും കുടിച്ചു, ഭക്ഷണം കഴിച്ചില്ല, പോയിട്ട് വന്നിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പം അതിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി കൂടെ മുന്നോട്ട് കയറാണ്ട്, ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 3 കിലോമീറ്റർ പോകാനുണ്ട്. വഴി കോൺക്രീറ്റ് ആണ്, ടാർ റോഡല്ല. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു, നമ്മൾ ഇനി മേലെ കയറി പോവുക. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡും ഏറ്റവും കൂടുതൽ കൃഷിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഏലമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വീടുണ്ട്. അപ്പം അങ്ങനെ വലിയ വലിയ വീടുകളൊന്നും ഇങ്ങോട്ടും തന്നെ ഇല്ല. പക്ഷേ അമ്പലം അടുത്ത് കേട്ടോ, എന്നാലും കണ്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് ഈ അമ്പലത്തിൻ്റെ അടിവാരത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഭയങ്കര ഒരു പാറയാണ്. ആ പാറയുടെ മേളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ഉണങ്ങി മുരിഞ്ഞ് കിടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഉണക്കിൻ്റെ ഇതായിട്ടാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്നും കയറിച്ചില്ല. ഇവിടെയാണ് കേട്ടോ ഒരു ചെറിയ വീടൊക്കെ കേട്ടോ. അപ്പം അതിന് മേളിൽ വണ്ടിയൊക്കെ ചെല്ലും കേട്ടോ. ഞാൻ വണ്ടി ചെല്ലിയാലെന്ന് ഓർത്താനാണ് വണ്ടി ആസപ്പനം താഴെ ഇരുത്തിയിട്ട് കയറി വന്നത് കേട്ടോ. മേളിലങ്ങനെ വണ്ടിയൊക്കെ ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ കിടപ്പുണ്ട്. ഇതിലേ വേണം നമുക്ക് കയറിപ്പോൾ. പക്ഷെ എന്നാലും മഴക്കാലത്ത് നമുക്കിവിടെ നിന്ന് വരണം. പക്ഷെ മഴക്കാലത്തൊക്കെ നല്ല വൈബാണ് കേട്ടോ. ഈ പാറക്കഴയൊക്കെ നല്ല പച്ചപ്പാട് പുല്ല് നിൽക്കും. ഇപ്പം കച്ചി പരുത്ത നിൽക്കുന്നത് കേട്ടോ. അപ്പം അതിലേയും ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണങ്ങി മുറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പച്ചപ്പാട് കാണാൻ പറ്റുന്നത് ഇതിന് തന്നെ കള്ളിമുള്ളോ? കള്ളിമുള്ളി. ഈ കള്ളിമുള്ളുള്ളൂ കേട്ടോ. ഉണ്ടോ? അടിപൊളി. മരത്തിൻ്റെ നിലകൾ പോലും അതൊക്കെ വാഴയാണോ ആഞ്ഞിലിയാണോ ഒന്നും അറിയത്തില്ല. ഇതിന് ഇടയ്ക്കൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് അമ്പലം കാണാൻ പറ്റും. വെച്ചിട്ട് മുന്നോട്ട് കയറി നോക്കാം കേട്ടോ. അതുകൊണ്ട് അതിലാണ് വന്നത്. ഇവിടെ വേറൊരു വീടൊക്കെ കാണുന്നുണ്ട്. അത് തന്നെയല്ല, ഇവിടെ ഒരു പഴയ ഒരു ചൂടൊട്ടൊക്കെ കെട്ടിയൊരു വീടുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ വിദൂര കാഴ്ച കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ ഇട്ടിഞ്ഞമല പള്ളി കേട്ടോ. അവിടെ നമ്മളൊരു ഇങ്ങോട്ടൊരു ഇക്കരയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ അനന്തംപാറ ശിവക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് എടുക്കാൻ വരണമെന്നല്ല കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗങ്ങളൊക്കെ. കാരണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ കാണുന്ന സാധാരണപ്പെട്ട കൃഷിയിടങ്ങളാണ്. അങ്ങ് ആ കിലോമീറ്റർ ദൂരെ കാണുന്ന വിദൂര കാഴ്ച കാണുന്ന മലനിരകളെല്ലാം പൊള്ളി പഴുത്ത് കിടക്കുകയാണ് കേട്ടോ. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തുവരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം കുറച്ചൊന്ന് കയറിയാൽ മതി. എന്നാണ് ഇന്ന ദിവസം ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. നമുക്ക് എന്നാലും നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. അങ്ങ് ദൂരെ അതിൽ വന്നാൽ കേട്ടോ. ആ വഴി ഇങ്ങനെ കയറിയാണ് നമ്മൾ വന്നാൽ കേട്ടോ. ഓട്ടോ പോകുന്ന പോക്ക് നോക്കി. ഓട്ടോ പോകുന്ന പോക്ക് നോക്കി. എന്നാ പോക്കാ പോകുന്ന നോക്കി. ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച അതിഗംഭീര കാഴ്ചയാണ് കേട്ടോ.
ആ കാണുന്നത് കേട്ടോ നമ്മുടെ അനന്തംപാറ ശ്രീ മഹാദേവ ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര മാറി നിന്നിട്ടാണ് എടുക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ചെല്ലാം, അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ പോകുന്നു. ഇച്ചിരി മുന്നോട്ട് മേപ്പോട്ട് കയറാണ്ട് കയറിയിട്ട് അവിടെ നിന്ന് കുറേ കാഴ്ചകളും കാണിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ അനന്തംപാറ ശിവക്ഷേത്രത്തിൻ്റെ ഈ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉള്ളു കേട്ടോ. പക്ഷേ അങ്ങ് വിദൂര കാഴ്ചകളൊക്കെ കാണണമെന്ന് വെച്ചാൽ എല്ലാം ഉണങ്ങി മുരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ ഇവിടെ പച്ച ഇനത്തിൽപ്പെട്ട ഒരു ചെടിയുണ്ട്. അത് തന്നെയല്ല, ഇതിന് നമുക്കുള്ള കള്ളിമുള്ളാണ് കേട്ടോ. ഈ നിൽക്കുന്നില്ല നമ്മുടെ ചീമക്കൊന്ന ഉണങ്ങി നിൽക്കുന്നതാണ്. ഇതിനൊക്കെ ഒരു പൂവുണ്ട്. അപ്പോൾ ആ പൂവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിലെന്നാലും പുതിയൊരു വഴിയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ അമ്പലത്തിൻ്റെ മേലെടുത്തിട്ട് നമുക്ക് അവിടെ നിന്നുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാം. സുമാരിക്കണോ? നിങ്ങൾക്ക് അതല്ല പഠിക്കണം? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? 4 മണിക്ക് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുമോ അതോ ചുമ്മാ ആണോ? പഠിക്കും. ആ ശരി, അത് ഓഫ് ചെയ്തോ കേട്ടോ. ഓക്കെ. ഇതെന്താ ഒരു ഓഫീസാണ് കേട്ടോ, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഓഫീസാണ്. അത് തന്നെയല്ല, ഈ ക്ഷേത്രം പൂർണ്ണമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പാറയുടെ മുകളിലാണ് കേട്ടോ. അപ്പം അങ്ങ് താഴെ കാണുന്ന ആ സ്ഥലങ്ങളിലും കൂടെ ഒത്തിരി എടുത്ത് നമ്മുടെ വിഷുക്കണിക്കൊന്ന പൂത്ത് വെപ്പുണ്ട്. നമുക്ക് വിദൂര കാഴ്ച കാണാൻ പറ്റുന്ന പറയുന്നത് നമ്മുടെ അഞ്ചുള്ളി ജലാശയം തടഞ്ഞു നിർത്തിയിരിക്കുന്ന നമ്മുടെ എന്താ പറയുക, അതായത് 10-ാം മൈൽ മലയല്ലേ, 10-ാം മൈൽ മലയൊക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പാണ്ടിപ്പാറയുടെ ഒരു ഭാഗമൊക്കെ കാണാം. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല, ഒരു ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള പൊതുയോഗ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിവിടെ ഒരു ചെറിയൊരു ഇതെന്താ പറയുന്നത്, ഇതൊരു ശിവരൊക്കെ ഒരു ശൂലമൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തന്നെയില്ല, അങ്ങോട്ടും കൂടെ നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ഓഫീസ് ഇത്. അപ്പം ഈ വീഡിയോ കാണുന്ന 2 പേര്, ഇത് പെങ്ങളെ ഇറക്കണ. എത്ര പഠിക്കുന്നത് നീ? 8ൽ. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയോ? പരീക്ഷ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നീ ഏതാ പഠിക്കുന്നത്? +1. ഏതാ വിഷയം അല്ലേ? സബ്ജക്റ്റ് ഏതാ? കൊമേഴ്സ്. അവൻ കൊമേഴ്സ് എഴുതി കേട്ടോ. പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ഇവരുടെയൊക്കെ താണ്ടമാണ്. ഇനിയിപ്പോൾ ഏകദേശം 2 മാസത്തോളം നമ്മുടെ പേരൻസിനും അധ്യാപകർക്ക് വലിയ സമാധാനമുണ്ട്. പേരൻസിന് തലവനെ പിടിച്ചൊരു മാസമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ ഇതുങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് വിട്ടാൽ മതി എന്നുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ ഈ അനന്തംപാറ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്ന് കണ്ടത്. അപ്പോൾ ക്ഷേത്രമെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഉത്സവ കമ്മിറ്റിയോ എന്തോ പൊതുയോഗമൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അങ്ങോട്ട് നമ്മൾ ചെല്ലുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തോട് തന്നെ ചേർന്ന് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. ഇത് പെയ്ത്തോളമല്ല, ഇത് ഉറവയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഉറവ വെള്ളം വളരെ കുറവാണ്. ഈ നല്ല മുകളിലാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം എന്നാ വെള്ളം സാധനം അത് ഉറവ വെള്ളം തന്നെയാണ്. അപ്പോൾ ഈ മുതുവേനയ്ക്ക് ഇതുപോലെ ഇവിടെ വെള്ളം കിടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഉറവ തന്നെയാണ് കേട്ടോ. ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഉറവ തന്നെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച. ഇതാണ് അനന്തംപാറ ശ്രീ മഹാദേവ ക്ഷേത്രം. നമ്മളങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ വരയ്ക്കും. ബൈ.